നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വരങ്ങളുടെ പല സ്പീഡിലുള്ള പ്രയോഗം അതേക്കുറിച്ച് നമ്മളൊരു ക്ലാസ് എടുത്തായിരുന്നു. അതിൻ്റെ ആരോഹണം നമ്മൾ എടുത്തുള്ളൂ. ഇന്ന് നമുക്ക് അതിൻ്റെ അവരോഹണം എടുക്കാം. അപ്പോൾ ഒരു സ്വരം തന്നെ പല സ്റ്റൈലിൽ പല സ്പീഡിൽ നമുക്ക് പാടുമ്പോൾ അത് നമുക്ക് ഇതിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മനോരമ സ്വരങ്ങളൊക്കെ പാടുമ്പോൾ അത് വളരെ പ്രയോജനപ്പെടും. രണ്ടാമത് വെച്ചാൽ നമുക്ക് നമ്മുടെ നാവിൻ്റെ ചലനം, സ്വരങ്ങൾ പാടുന്നതിൻ്റെ സ്റ്റൈല്, വിവിധ സ്റ്റൈലുകൾ, ഇതൊക്കെ നമുക്ക് ഇതിൽ കൂടി നമുക്ക് സ്വയത്താക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതിനെ നിങ്ങളൊരു നിസ്സാരാക്കി കളയാതെ ഈ സാധനം തന്നെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ ഇതുപോലെ സെയിമായിട്ടുള്ള വേറെ സ്വരങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഈ രീതിയിൽ ഇതിന് പല 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 രീതിയിലുള്ള പുതിയ പുതിയ വേർഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കത് പാടുമ്പോഴത്തേക്കും അത് പുതിയൊരു ലെവലായിരിക്കും, പുതിയ സ്റ്റൈലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള പുതിയ പുതിയ സ്റ്റൈലുകൾ നമ്മൾ പാടിപ്പഠിക്കുമ്പോൾ ആ സ്വരങ്ങളുടെ സ്ഥാനം, പിന്നെ താളത്തിൻ്റെ താളബോധം, നാവിൻ്റെ ചലനം, ഇതെല്ലാം നമുക്ക് സ്വയത്തമാകുക സഹായിക്കുക. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്നൊരു ഭാഗമായിരുന്നു. അതിൻ്റെ ഇനി നമുക്ക് അവരോഹണം ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. നമ്മളന്ന് ആരോഹണം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മായാമളവുകളിനകത്തിലാണ് ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമാണ് ഇട്ട് പാടാം. പെട്ടെന്ന് തന്നെ സ്വരങ്ങളുടെ സ്പീഡ് പല പല സ്പീഡിൽ ആവുക. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് താളബോധം നമുക്ക് നന്നായിട്ട് വരാം. എങ്ങനെ താളത്തെ നമുക്ക് നിയന്ത്രിക്കാം, താളമിടാം, ഇതൊക്കെ നമുക്ക് ഇതിൽ കൂടെ വരും. അവിടെ നിങ്ങളിത് നന്നായിട്ട് പാടി പിടിക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ അവരോഹണം പഠിക്കാം. നേരെ മധ്യപത്തി വന്നു. അപ്പോൾ സ്വരങ്ങളുടെ എത്ര മാറിയാണല്ലോ സ്വരങ്ങൾ കിടക്കണമെങ്കിൽ തന്നെ നമുക്ക് ആ സ്വരങ്ങളുടെ സ്ഥാനത്ത് നമ്മുടെ നാദത്തിനെ കൊണ്ടുവരാൻ സാധിക്കുക. നീ മപമ ദാപനീത നീനിദാദ പാപ മമ, നീ മപമ ദാപനീത നീനിദാദ പാപ മമ. ഉണ്ടോ? സാ പദ നീത സാനി സാസനീനിദാദ പാപ, നീ മപമ ദാപനീത നീനിദാദ പാപ മമ താഗമഗ പാമദാപ. അടുത്തത് ദാഗമഗ ദാഗമഗ പാമദാപ, ദാഗമഗ പാമദാപ ദാദപാപ മമഗ, ദാദപാപ മമഗ, ദാഗമഗ പാമദാപ ദാദപാപ മമഗ. കേട്ടോ? ദാഗമഗ പാമദാപ ദാഗമഗ ദാഗമഗ പാമദാപ പാമദാപ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ സാധനം ചേർത്താൽ മതി. ദാഗമഗ പാമദാപ ദാദപാപ മമഗ, പരിഗരി മാഗ മമ പരിഗരി 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 മാഗ മമ പാപ മമഗ ഗരേരി പാപ മമഗ ഗരേരി മത്സരി സരി മാഗ മത്സരി സരി മാഗ മമഗ ഗരേരി സദ. അപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം.
സാ പദ പ സാ പദ പ നീ ദ സാ നീ സാ പദ പ നീ ദ സാ നീ സാ സ നീ നി ദാ ദ പ പ. ഇത് ഞാൻ ഒന്നുകൂടെ സ്ലോ ആക്കി വിശദമാക്കി പാടുന്നതാണ്. സാ പദ പ നീ ദ സാ നീ സാ സ നീ നി ദാ ദ പ പ. ഒന്നുകൂടെ നിങ്ങൾ പഠിക്കും, കൂടെ പാടാം. സ പദ പ നീ ദ സാ നീ സാ സ നീ നി ദാ ദ പ പ. നീ മ പ മ നീ മ പ മ നീ മ പ മ ദാ പ നീ ദ നീ നി ദാ ദ പ പ മ മ നീ നി ദാ ദ പ പ മ മ ദാ ഗ മ ഗ പ മ ദ പ ദാ ഗ മ ഗ പ മ ദ പ. കേട്ടോ, ദാ ഗ മ ഗ പ മ ദ പ ദാ ദ പ പ മ മ ഗ ഗ പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി മ സ രി സ ഗ മ സ രി സ മ സ രി സ ഗ രി മ ഗ മ മ ഗ ഗ രി രി സ സ മ സ രി സ ഗ രി മ ഗ മ മ ഗ ഗ രി രി സ സ സ മ ഗ മ രി ഗ സ രി സ സ രി രി ഗ ഗ മ മ. നമുക്ക് രണ്ടും കൂടെ കൂട്ടിപ്പാടി നോക്കാം. അപ്പോൾ ഈ രണ്ടും കൂടെ കൂട്ടിപ്പാടിക്കുമ്പം നിങ്ങളിത് ആരോടും അവരോടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ നമുക്കിതുപോലെ കൂട്ടി പാടി നോക്കണം കേട്ടോ. സ മ ഗ മ രി ഗ സ രി സ സ രി രി ഗ ഗ മ മ രി പ മ പ ഗ മ രി ഗ രി രി ഗ ഗ മ മ പ പ ഗ ധ പ ധ മ പ ഗ മ ഗ ഗ മ മ പ പ ധ ധ ഗ ധ പ ധ മ പ ഗ മ ഗ ധ പ ധ മ പ ഗ മ ഗ ഗ മ മ പ പ ധ ധ. ആദ്യം നമുക്ക് ഇട്ട് പാടുന്നുണ്ടോ. മാനിധന്നി മാനിധന്നി പാദ മ പ മ മ പ പ ധ ധ നീ നി മാനിധന്നി പാദ മ പ മ മ പ പ ധ ധ നീ നി. അടുത്തത് പ സ നി സ നി പ ധ പ സ നി സ ധ നി പ ധ പ പ ധ ധ നീ നി സ സ സ പ ധ പ സ പ ധ പ സ പ ധ പ നീ ധ സ നീ നീ ധ സ നീ സ സ നീ നി ധ ധ പ പ നീ മ പ മ ധ പ നീ ധ നീ നി ധ ധ പ പ മ മ ധ ഗ മ ഗ പ മ ധ പ ധ ഗ മ ഗ പ മ ധ പ ധ ധ പ പ മ മ ഗ ഗ പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി മ സ രി സ ഗ രി മ ഗ മ മ ഗ ഗ രി രി സ മ ഗ മ രി ഗ സ രി ധ സ രി രി ഗ ഗ മ രി പ മ പ ഗ മ രി ഗ രി രി ഗ ഗ മ മ പ ഗ ധ പ ധ മ പ ഗ മ ഗ ഗ മ മ പ പ ധ മ നി ധ നി പ ധ മ പ മ മ പ പ ധ ധ നി പ സ നി സ ധ നി പ ധ പ പ ധ ധ നി നി സ സ പ ധ പ നീ ധ സ നി സ സ നി നി ധ ധ പ നീ മ പ മ ധ പ നീ ധ നീ നി ധ ധ പ പ മ ധ ഗ മ ഗ പ മ ധ പ ധ ധ പ പ മ മ ഗ പ രി ഗ രി മ ഗ പ മ പ പ മ മ ഗ ഗ രി രി മ സ രി സ ഗ രി മ ഗ മ മ ഗ ഗ രി രി ധ ധ സ ഗ രി ഗ സ മ മ രി ഗ സ രി ധ ധ രി ഗ ഗ മ. ഇങ്ങനെയൊക്കെ നിങ്ങൾ കൂടുതൽ സ്പീഡൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളെ കണ്ടം എങ്ങനെ വഴങ്ങുന്നോ നിങ്ങൾക്ക് അതനുസരിച്ച് പാടാൻ സാധിക്കും. ഓരോരുത്തർക്കും ഓരോ ലെവലുണ്ടല്ലോ, ആ ലെവലിനനുസരിച്ച് നമുക്ക് പാടാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ഈ സ്വരങ്ങളുടെ ഇങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ പാടിപ്പാടി ശീലിക്കണം.
നമ്മൾ ഈ പരീക്ഷകൾ ഇതെല്ലാം ഓക്കെ, നമ്മൾ പരീക്ഷകളെല്ലാം പഠിക്കണം, എല്ലാ കാര്യം പഠിക്കണം. പക്ഷെ അത് കഴിയുമ്പോൾ ഈ പരീക്ഷകളിൽ നിന്ന് മാറിയിട്ട് നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച് ശീലിച്ച് കഴിയുമ്പോഴത്തേക്കാണ് പുതിയ പുതിയ സംഗതികളും പുതിയ പുതിയ ഐറ്റങ്ങളും നമ്മുടെ നാവിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത്. അതാരും പറഞ്ഞു പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആരും എഴുതി പഠിക്കാനോ ഇതൊന്നും അല്ല സാധിക്കുന്നത്. നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഓരോ സംഗതികൾ തന്നെ വരിക ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള സംഗതികളൊക്കെ നമ്മൾ പാടി പഠിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് നമ്മുടെ നാവിൽ വരും. അപ്പം നമുക്ക് പുതിയ ഒരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.